8 ആണ്ടിനൊടുവിൽ 8-ന് വിധി. ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെടുന്നത്. സംഭവം നടന്ന 8.5 വർഷം പിന്നിടുമ്പോഴാണ് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ഡിസംബർ 8-ന് നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയും. നടൻ ദിലീപ് അടക്കം 10 പ്രതികളാണുള്ളത്. 1-ാം പ്രതി പൾസർ സുനിയാണ് കുറ്റകൃത്യം നടത്തിയത്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന നടിയെ വാഹനം പിടിച്ച് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരമാണ് ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായത്. PT തോമസ് MLA നിർണായകമായ ഇടപെടലാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് പോലീസിന്റെ നിർണായകമായ അന്വേഷണങ്ങളാണ്. ആ അന്വേഷണത്തിൽ പ്രതികൾ ഒന്നൊന്നായി പോലീസിന്റെ കുരുക്കിലാകുന്നു. കേസിന്റെ വിചാരണ വേളയിൽ 21 സാക്ഷികളാണ് മൊഴിമാറ്റിയത്. ഇത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആ ഘട്ടത്തിലാണ് 2021 ഡിസംബർ മാസം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ആ വെളിപ്പെടുത്തൽ ഒരു കച്ചിത്തുരുമ്പ് പോലെ ശക്തമായ തെളിവാക്കി അന്വേഷണ സംഘം മാറ്റുകയും ചെയ്തു. പിന്നീട് തുടരന്വേഷണം തുടങ്ങിയപ്പോൾ ആ അന്വേഷണ ഘട്ടത്തിലാണ് റിപ്പോർട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിടുന്നതും. നടൻ ദിലീപിന് ഈ കേസിൽ ഉള്ള പങ്കാളിത്തമാണ് പിന്നീട് അങ്ങോട്ട് വെളിപ്പെടുത്തുന്നത്. ശബ്ദ സംഭാഷണങ്ങളായും വാട്സപ്പ് ചാറ്റുകളായും നിരവധി തെളിവുകളാണ് പുറത്തുവിട്ടത്. ആ തെളിവുകളാണ് പിന്നീട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നതും. നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധി ഡിസംബർ 8-ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് മാത്രമല്ല റിപ്പോർട്ടറിനും പ്രതീക്ഷയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം അതിജീവിത നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് ഒപ്പമുണ്ടായിരുന്നു റിപ്പോർട്ടർ എന്നും. അത് ഒരു കൃത്യമായ നിലപാടിന്റെ ഭാഗമായിരുന്നു. അതിന്റെ പേരിൽ പല തവണ റിപ്പോർട്ടർ ടിവിക്ക് നേരെ സൈബർ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു ഒരു സംഘം. മാത്രവുമല്ല, ഒരു ഭാഗത്ത് കോടതി അലക്ഷ്യ കേസുകൾ. ഇതൊന്നും റിപ്പോർട്ടറിന് ആ പോരാട്ടത്തിന് ഒപ്പം നിൽക്കുന്നതിന് തടസ്സമായിരുന്നില്ല. ഡിസംബർ 8-നുള്ള ഈ കേസിന്റെ വിധിക്ക് അതിജീവിതയ്ക്കൊപ്പമുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് റിപ്പോർട്ടർ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ. റോഷിപ്പാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.